ഈ ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള നീക്കം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതിലാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത്. രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നതായും അന്വേഷണ സംഘം അറിയിച്ചു. സഹിൻ ആന്റണിയുടെ കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂർ 14 ദിവസം റിമാൻഡിൽ തുടരുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം ഒരു വശത്ത്. ആ നീക്കങ്ങൾ ഏത് തരത്തിലാണ്, ഏതൊക്കെ രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം ഇന്ന് ഈ രാഹുൽ ഈശ്വറിന്റെ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ടല്ലോ. അതെ 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 സേതു, അതായത് ഹണി റോസിന്റെ പരാതി പറഞ്ഞോളൂ സഹീൻ. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്, ക്ഷമിക്കണം, ജാമ്യാപേക്ഷയുമായി അദ്ദേഹം കോടതിയെ സമീപിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെ, ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തും. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് ബോബിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BNS-ൽ 509-ാം വകുപ്പാണ് ഉൾപ്പെടുത്തുന്നത്. സ്ത്രീകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന വകുപ്പാണത്. സ്വാഭാവികമായും ആ കേസ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂര് ഹണി റോസിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഹണി റോസിന്റെ പരാതി. മാത്രമല്ല പല നവമാധ്യമങ്ങളിലും ഒപ്പം തന്നെ യൂട്യൂബ് ചാനലുകളിലും എല്ലാം ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂര് ഹണി റോസിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വീഡിയോകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹണി റോസ് പോകുന്ന പലയിടങ്ങളിലും അവരുടെ പിറകെ നടന്ന ബോബി ചെമ്മണ്ണൂർ ശല്യപ്പെടുത്തിയതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ 509-ാം വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തി കോടതിയിൽ ഒരു റിപ്പോർട്ട്, സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും മറ്റൊന്ന് രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കെ പോലീസ് രാഹുലിനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. രാഹുലിനെതിരെ ഇന്നലെ കേസെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ കേസെടുക്കേണ്ടതില്ല. ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം പോലീസ് അറിയിക്കുക, അത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നിലവിൽ രാഹുലിനെതിരെ കേസെടുക്കാത്ത സാഹചര്യത്തിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗം കോടതി കേൾക്കും. അപ്പോൾ പോലീസ് സ്വാഭാവികമായും കോടതി അറിയിക്കുക, ഇയാൾക്കെതിരെ നിലവിൽ പരാതി ഉണ്ടെങ്കിൽ കേസൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതിയായിരിക്കും, എന്നൊരു റിപ്പോർട്ടായിരിക്കും പോലീസ് സമർപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്. അതിനുശേഷം പോലീസിന്റെ നടപടി, ശക്തമായ നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെ പ്രാഥമികമായി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ സഹിൻ.